അത് രണ്ടു തരത്തിലാണ് അതിനെ കാണേണ്ടത്. ഒരു നടി ഷൈൻ ടോം ചാക്കോയുടെ അവരുടെ പേര് പറയാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷേ അത് പിന്നീട് ആ പേര് പുറത്തു വരികയാണ് ചെയ്തത്. അതിനോടനുബന്ധമായിട്ടാണോ അല്ലാതെയോ എന്നറിയില്ല. ഒരു പ്രത്യേക സന്ദർഭത്തിൽ വേറൊരാളെ ലഹരി ഏജന്റിനെ തേടി പോലീസ് ചെല്ലുമ്പോൾ ഇയാളെടുത്ത് ചാടി ഓടുന്ന ഒരു വിഷ്വലും പുറത്തു വന്നു. ഇതൊന്നും സമൂഹത്തിന് കൊടുക്കുന്നത് ഒരു നല്ല സന്ദേശമല്ല. പ്രത്യേകിച്ചും സിനിമയിലെ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ, സിനിമയിലെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളെന്നുള്ള നിലയിൽ കുറെ കൂടി റെസ്പോൺസിബിളായി പെരുമാറാൻ എല്ലാ നടന്മാർക്കും മിനിമം ബാധ്യതയുണ്ട്. ഏറ്റവും പ്രത്യേകിച്ചും ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടം നമ്മുടെ സംസ്ഥാനത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ മുഖ്യമന്ത്രി തന്നെ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും കൈകോർത്ത് നിൽക്കുന്ന ഒരു വലിയ മൂവ്മെന്റ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സോഷ്യൽ എവിളിനെതിരെ. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ ഏറെ ജനസ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന ഒരു കല എന്നുള്ള നിലയിൽ സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് ഇയാൾക്ക് ഓർമ്മയില്ലെങ്കിൽ, അത് ഒരു ഷൈൻ ടോം ചാക്കയുടെ കാര്യം മാത്രമല്ല, ഒട്ടേറെ പേരുടെ പേരുകൾ ഈ ഗണത്തിൽപ്പെട്ടവരായി, ഈ ലഹരിക്കടിമകളായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയാ, നമുക്കറിയില്ല, അതിന്റെ വസ്തുത അറിയില്ല. അത് അങ്ങനെയാണ് എങ്കിൽ അങ്ങനെയുള്ളവരെയെല്ലാം തന്നെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കെൽപ്പുള്ളൊരു ഗവൺമെന്റും അത്തരം നയമുള്ളൊരു ഗവൺമെന്റുമാണ് കേരളം ഭരിക്കുന്നത്. അത് ഇവരൊക്കെ മറന്നുപോവാണ്. ഷൈൻ ടോം ചാക്കോ ഭരണം അറിയുമെന്ന് ഓർക്കുന്നില്ല, അതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉയർത്തിപ്പിടിച്ചതുകൊണ്ടോ കുറെ ഫാൻസ് അസോസിയേഷൻ ഉള്ളതുകൊണ്ടോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ക്രിമിനൽ പ്രവർത്തനം ചെയ്താൽ തനിക്ക് അതിന്മേലുള്ള ഒരു പരിരക്ഷ കിട്ടും എന്നൊരു ആത്മവിശ്വാസം ഇത്തരക്കാരെ നയിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് വേണ്ട എന്നാണ് ശക്തമായ ഭാഷയിൽ പറയാനുള്ളത്. ആ രീതി ശരിയല്ല. ശക്തമായ നിയമവാഴ്ച എടുക്കുന്ന ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ചും ലഹരിക്കെതിരായിട്ടുള്ള വലിയ മൂവ്മെന്റ് നടക്കുന്നൊരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ കേരളത്തിൽ ഇത്തരക്കാർ ലഹരി മാഫിയയുടെ കണ്ണികളാണ് എങ്കിൽ അവർ ശക്തമായ പനിഷ്മെന്റിനും ശക്തമായ മാതൃകാപരമായ നിയമപരമായ ട്രീറ്റ്മെന്റിനും വിധേയമാക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിടിച്ചകത്തിടാൻ കെൽപ്പുള്ളൊരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്, മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയുടെ പൊതുനിലപാടെന്താണ്? ഏതൊക്കെ ആളുകളാണ്, നടീനടന്മാരാണ് ഈ കണ്ണിയിലുള്ളത്? മയക്കുമരുന്നിന് അടിമകൾ ആരൊക്കെയാണ് ഇത് ഉപയോഗിക്കാത്തത്? ഇത് അറിഞ്ഞുകൂടാത്തതല്ലോ. ഇതൊരു ഫാമിലി പോലല്ല, ഇവർക്കെല്ലാവർക്കും പരസ്പര ബന്ധുതാണല്ലോ, അറിയാലോ. ഇപ്പൊ കഴിഞ്ഞ ഒരു ദിവസം ഒരു നിർമ്മാതാവ് പറയുന്നത് കേട്ടു, വളരെ പ്രഗത്ഭനായ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു നടൻ പുലർച്ചെ 3 മണിക്ക് എന്തോ വേണ്ടിയിട്ട് കഞ്ചാവ് ആവശ്യപ്പെട്ടു വന്നു. അപ്പൊ ഇതെല്ലാം ഇവരുടെ ഈ കമ്മ്യൂണിറ്റിക്കിടയിൽ അറിയാവുന്നതല്ലേ, ആരൊക്കെയാണ് ഇത്, ആരൊക്കെ അല്ലാത്തവരാണ്. അപ്പൊ അങ്ങനെയുള്ളവരോട്, ലഹരി മയക്കുമരുന്നിന് അടിമകളായവരോട് ഞങ്ങൾക്കൊരു സമീപനമുണ്ട്. അങ്ങനെയുള്ളവരെ ഫിലിം ഇൻഡസ്ട്രിയിൽ എന്റർടൈൻ ചെയ്യില്ല എന്ന ഖണ്ഡിതമായൊരു നിലപാടെടുക്കാൻ എന്തുകൊണ്ടാണ് ഇവരുടെ ധാർമ്മിക ബോധം ഉയരാത്തത്? ചെറിയ ചെറിയ കാര്യങ്ങളിൽ, ചിലപ്പോൾ ഈഗോയിൽ, ചിലപ്പോൾ ഫിനാൻഷ്യൽ ഡീലിംഗ്സിൽ, അങ്ങനെ പല കാര്യങ്ങളിൽ ഡേറ്റ് കൊടുത്തിട്ട് പോകാത്തത് കാരണം, അങ്ങനെ പല കാരണങ്ങളാലല്ലേ പലതരം വിലക്കുകൾ ഫിലിം ഇൻഡസ്ട്രിയിലെ നടീനടന്മാർക്ക് പലപ്പോഴും നേരിടേണ്ടി വരുന്നത്. അതൊക്കെ അവരുടെ ഇന്റേണൽ പൊളിറ്റിക്സ്, അവരുടെ രീതികൾ, ഞങ്ങളാരും അതിനെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇതുപോലൊരു സോഷ്യൽ ലെവലിൽ കൂടെ കൊണ്ട് നടക്കുന്നവർ, അത് അവരുടെ ഫിലിം ഇൻഡസ്ട്രിക്ക് തന്നെ ദോഷമാവുകയും ചെയ്യുന്നുണ്ട്. നടീനടന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, സമയത്ത് അവർ ലൊക്കേഷനിൽ വരാതിരിക്കുന്നു, അങ്ങനെ ഭീമമായ നഷ്ടമുണ്ടാകുന്നു എന്നെല്ലാം പലരും പല സന്ദർഭങ്ങളിൽ പറയുന്നു. ഇതെല്ലാം സഹിച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ധീരമായ നിലപാടെടുക്കാത്തത്? ഇത്തരക്കാർക്ക് ഫിലിമിൽ സ്ഥാനമില്ല എന്നൊരു ധീരമായ നിലപാടെടുക്കാൻ എന്തുകൊണ്ടാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് കഴിയാതെ വരുന്നത്? അതിൽ നിർമ്മാതാക്കളുടെ സംഘടന അഭിപ്രായം പറയണം, സംവിധായകരുണ്ട്, ചലച്ചിത്ര പ്രവർത്തകരുണ്ട്, അമ്മയുൾപ്പെടെയുള്ള സംഘടനകളുണ്ട്. അവരെല്ലാം തന്നെ ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കണ്ടേ? അങ്ങനെ ധീരമായ നിലപാടെടുക്കാതെ എപ്പോഴെങ്കിലും എല്ലാം ദുരനുഭവം നേരിടേണ്ടി വരുന്നൊരു വിക്ടിം പറയേണ്ടി വരുന്നു. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് പോലീസ് സംഘം ട്രേസ് ചെയ്തവരെ പിടിക്കുന്നു, ഇല്ലെങ്കിൽ ഓടുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ മാത്രം ചർച്ച ചെയ്താൽ മതിയോ? അപ്പോൾ ഇത് ഒരു ധാർമ്മികതയുടെ പ്രശ്നമാണ്, സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ പ്രശ്നമാണ്. അത് ഫിലിം ഇൻഡസ്ട്രി ആസ് എ ഹോൾ എങ്ങനെയാണ് അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത്, എന്താണ് അവരുടെ റെസ്പോൺസ് എന്നറിയാൻ താല്പര്യമുണ്ട്. ശക്തമായി ഇത്തരക്കാരെ ഒറ്റപ്പെടുത്താൻ, അത് പേരെടുത്തല്ല, ഇതൊന്നും വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമല്ല. മയക്കുമരുന്നിന് അടിമകളായവർക്ക് ഇതിൽ അങ്ങനെ സ്ഥാനമില്ല എന്ന് ശക്തമായി പറയാൻ ഫിലിം ഇൻഡസ്ട്രിക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പൊ ഈ പരാതി നൽകിയിരിക്കുന്ന നടി തന്നെ ഈ അന്വേഷണവുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അവർ പറയുന്നത്, ഞാൻ അമ്മയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്, ഈ പരാതി അവിടെ പരിഹരിക്കപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്, മറ്റ് നിയമ നടപടിയുമായി മുന്നോട്ട് ഇപ്പോൾ പോകാൻ അവർക്ക് താല്പര്യമില്ലാത്ത തരത്തിലാണ് അവർ പ്രതികരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ അല്ലല്ലോ വേണ്ടത്. അല്ല, തീർച്ചയായിട്ടും ഞാൻ അവരെ ഞാൻ ബ്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അവര് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറയാനെങ്കിലും തയ്യാറായത്, ഇല്ലെങ്കിൽ അന്നു തന്നെ ഈ പറയുന്ന ബന്ധപ്പെട്ട ഇന്റേണൽ ഏജൻസികൾക്കെല്ലാം തന്നെ പരാതി കൊടുക്കാൻ തയ്യാറായതും ഒക്കെ സ്വാഗതാർഹമായ കാര്യമായി കാണുന്ന ഒരാളാണ് ഞാൻ.
ഇപ്പോൾ അവർ അങ്ങനെ പറയുന്നത് കേട്ടു. പക്ഷെ അത് അതിന് നിർബന്ധിതാവുകയാണ്. അവർ നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് അതിൻ്റെ ഒരു റിയാലിറ്റി മനസ്സിലായിക്കൊണ്ട് അവർ ഇടപെടുകയാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഗവൺമെന്റ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത്തരം ആളുകൾക്കെതിരെ മുന്നോട്ട് വരാൻ കഴിയും. അതിന് പറ്റുന്നൊരു ഗവൺമെന്റാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ഇത്തരം ആളുകൾക്കെതിരെ ശക്തമായി മുഖം നോക്കാതെ നടപടിയെടുക്കാനും ശേഷിയുള്ള കെൽപ്പുള്ളൊരു ഗവൺമെന്റാണ്. അങ്ങനെ പലരെയും അകത്തിട്ടുള്ളൊരു ഗവൺമെന്റാണിത്. അപ്പോൾ അതിന് നിങ്ങൾ മുമ്പോട്ട് വരാൻ ധൈര്യപ്പെടണമെന്നുള്ളതാണ് പറയാനുള്ളത്. ഒരു തരത്തിലും അതിനകത്ത് വിഷമിക്കേണ്ടതില്ല. അവരെ ഒരു കാരണവശാലും ബ്ലെയിം ചെയ്യേണ്ടതില്ല. പലരും അവരെ ബ്ലെയിം ചെയ്ത് പോയാണ്, എന്തുകൊണ്ട് ഇത്രയും നാൾ പറഞ്ഞില്ല. അതല്ല ഇവിടെ ചെയ്യേണ്ടത്. ഇത്തരക്കാർക്കെതിരെ നിരവധി സന്ദർഭങ്ങളിൽ വിവിധ പരാതികൾ ഉയർന്നു വരുന്നു. മുമ്പ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പിന്നീട് വിട്ടുപോയിട്ടുണ്ട്. വിവിധ സന്ദർഭങ്ങളിൽ ഇത് ചർച്ചയായിട്ടുണ്ട്. ചില പേരുകൾ, ആ പേരുകളിൽ ഇനിയും കൂട്ടിച്ചേർക്കാൻ പേരുകൾ ഉണ്ടാകും. അത് ആ കമ്മ്യൂണിറ്റിക്കുള്ളിൽ നിൽക്കുന്നവർക്കാണ് കൂടുതൽ അറിയാൻ കഴിയുക. അത് ശരിയാണോ? ശരിയല്ലെങ്കിൽ അവർക്കെതിരെ പറയാനും പാടില്ല. ശരിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ മിണ്ടാതിരിക്കുന്നത്? അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടാതെ വരും, അവസരങ്ങൾ നഷ്ടപ്പെടും എന്നൊരു അവസരം ഉണ്ടെങ്കിൽ വേറെ ആരും പുറത്ത് പറയാൻ തയ്യാറായില്ല. ഇപ്പോൾ പുറത്ത് പറഞ്ഞ ഈ നടി തന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള വളരെ എക്സലന്റ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അങ്ങനെ കെൽപ്പുള്ളൊരു ആർട്ടിസ്റ്റിന് തന്നെ ഇങ്ങനെ പറയേണ്ടി വരുന്നു. ഇനിയൊരു സ്ത്രീക്ക് ദുരനുഭവം നേരിട്ടില്ല എന്നിരിക്കട്ടെ, അതാണ് അതിന്റെ ഒരു എക്കോസിസ്റ്റം, അതിന്റെ ഒരു ഘടന അതാണ്. അങ്ങനെ ധീരമായ അഭിപ്രായം പറയുകയും നീങ്ങുമായി പോയാലും അവർ ഒറ്റപ്പെടുമെന്ന് തോന്നൽ അവർക്ക് ഉണ്ടായേക്കാം. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇനി ഒരു നടിക്കും ഒരു നടനും ഒരു നിർമ്മാതാവിനും അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല എന്നിരിക്കട്ടെ, ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു പരാതി ഉയരുന്നില്ല എന്നിരിക്കട്ടെ. പക്ഷേ എങ്കിൽ പോലും ഇത്തരക്കാർക്കെതിരെ എന്താണ് നിങ്ങളുടെ നിലപാട്? അത് ഫിലിം ഇൻഡസ്ട്രിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയണം. അവർ മറ്റു പല കാര്യങ്ങളിലും ഈ പറയുന്ന വിലക്ക് ഇതെല്ലാം അവരുടെ സ്ഥിരം അജണ്ടയാണല്ലോ. അപ്പൊ പിന്നെ ഇതിലെന്താണ്? ഇതിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അജണ്ട ഇല്ലേ? അങ്ങനെ ഒരു അഭിപ്രായമില്ലേ? അത് സൊസൈറ്റി ആഗ്രഹിക്കുന്നുണ്ടല്ലോ. നിലപാട് വ്യക്തമാക്കണം. അമ്മ മാത്രമല്ല, വ്യത്യസ്ത സംഘടനകളുണ്ട്, നിർമ്മാതാക്കൾ മുതൽ അതിനകത്ത് ഒട്ടേറെ സംഘടനകളുണ്ടല്ലോ. ആ സംഘടനകൾ പറഞ്ഞത് വലിയ ഇൻഡസ്ട്രി അല്ലേ. മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇന്ന് കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ വളരെ പ്രോമിസിംഗ് ആയിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ സിനിമകൾ കളക്ഷന്റെ കാര്യത്തിൽ, സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ, ഒരു ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുന്ന വിധം മലയാളത്തിലെ താരങ്ങൾ ഉയർന്നു വരുന്നു. അപ്പോൾ ഇത് വലിയ നിലയിലുള്ള മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ നല്ലൊരു ബൂമിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതിനെ പിറകോട്ട് വലിപ്പിക്കുന്നതല്ലേ ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് അതിലെ പുഴുക്കുത്തുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഈ മറ്റൊരു പലതരത്തിലുള്ള പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടായിരിക്കാം. പക്ഷേ ഇത് അതിൽ നിന്നെല്ലാം അല്പം വേർതിരിച്ച് കാണേണ്ട വളരെ ഗൗരവ സ്വഭാവമുള്ളൊരു പ്രശ്നമല്ലേ. മയക്കുമരുന്നിന് അടിമയായി മാറുന്നു. ഇത് ന്യൂട്രലായി മാറിക്കഴിഞ്ഞാൽ ഇനിയും ഈ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതെല്ലാം കൗമാരക്കാരും ചെറുപ്പക്കാരികളുമാണ്. ഇതെല്ലാം ആകാം എന്ന് പറയുന്നൊരു ബെൽറ്റിലേക്കല്ലേ പോവാ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഒരു സംഭവം നടന്ന് പുറത്തു പറഞ്ഞാൽ എൻ്റെ അവസരം പോകും, അതുകൊണ്ട് ഇത് ഒതുക്കി തീർക്കാണ് നല്ലത് എന്ന ബോധ നിലവാരത്തിൽ ഉണ്ട് നടന്മാരെങ്കിൽ നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ഉപയോഗിച്ചാൽ എൻ്റെ അവസരം നഷ്ടപ്പെടും എന്നൊരു ബോധ നിലവാരമല്ലേ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആളുകൾ. മയക്കുമരുന്നിന് ശൃംഖലയുടെ ഭാഗമായി മാറി മയക്കുമരുന്നിന് അടിമയായി മാറിയാൽ എൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടും എന്ന തോന്നൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഉൽപ്പാദിപ്പിക്കാൻ ആരാണ് മുൻകൈ എടുക്കേണ്ടത്? അത് ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടവരാണ്. അങ്ങനെ ഉൽപ്പാദിപ്പിച്ചാൽ അത് ഉണ്ടാക്കുന്ന ഗുണമെന്താണ്? എത്ര ടാലന്റായിട്ടുള്ള ആർട്ടിസ്റ്റുകളെയാണ് ഇതുകൊണ്ട് നഷ്ടപ്പെടുന്നതെന്ന് ആലോചിക്കൂ. ഈ പറയുന്ന പേരുകാർ പറഞ്ഞു കേൾക്കുന്ന പല പേരുകളും, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, വളരെ നല്ല ക്യാരക്ടറുകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള ആളുകളാണ്. അവരെ കൂടി നഷ്ടപ്പെടല്ലേ? അപ്പോൾ അവരെ നഷ്ടപ്പെടുത്താത്ത വിധം ഫിലിം ഇൻഡസ്ട്രി ഇതിനകത്ത് ഉണർന്ന് പ്രവർത്തിക്കണം. ഫിലിം ഇൻഡസ്ട്രി അവരെയും കെയർ ചെയ്യണം. ഇത് ഇങ്ങനെ ഒരു പ്രവണത പാടില്ല. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇതിനകത്ത് അവസരം ലഭിക്കില്ല. അതുകൊണ്ട് ഈ തെറ്റായ രീതി അവസാനിപ്പിക്കലാണ് വേണ്ടത് എന്നൊരു തോന്നൽ നടീനടന്മാർക്കിടയിലും സിനിമാ പ്രവർത്തകർക്കിടയിലും ഉൽപ്പാദിപ്പിക്കാൻ കൂടി ഫിലിം ഇൻഡസ്ട്രിക്ക് ബാധ്യതയുണ്ട്. ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലീഡിംഗ് ഓർഗനൈസേഷൻസിന്, അതിന്റെ നേതൃത്വത്തിന് ഒക്കെ അതിന് ബാധ്യതയുണ്ട്. അതുകൊണ്ട് വരുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ മൂവ്മെന്റിനെ അത് കൂടുതൽ ഊർജ്ജം പകരും, ശക്തിപ്പെടുത്തും, സമൂഹത്തിന് നല്ല മെസ്സേജ് കൊടുക്കും.